ഹലോ പ്രിയപ്പെട്ട ചങ്കള, എല്ലാവർക്കും സ്വാഗതം. ചങ്കള നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ലുലു മാളിലേക്കാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയായിട്ട് വരുന്നിരുന്ന ഒരു പേടിയും പേടിക്കണം. അത്യാവശ്യത്തിലേറെ സൗകര്യമുണ്ട് പാർക്കിങ്ങിന്. ഒരുപാട് പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. അത്യാവശ്യം ആ ബാക്കിലായിട്ട് ഒരു സംഖ്യക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാം. അപ്പോൾ ചങ്കള നമുക്ക് അകത്ത് കയറിയാലോ? വരുന്ന അവിടെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ അപ്പം കോഴിക്കോട് ലുലു മാള്. നമുക്കിന്ന് ലുലുന്ന് കൂടാ, കണ്ടില്ലേ? എന്നാൽ കയറി നമുക്കെല്ലാവർക്കും കൂടെ കൂടാ. അപ്പോൾ കണ്ടേ വരട്ടാ, നമുക്കെന്നാൽ ലുലുന്ന് കൂടാ. അത്യാവശ്യത്തിന് നല്ല ഭംഗി തന്നെ നമുക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറുകയാണ്. നമസ്കാരം. നമ്മൾ നമസ്കാരമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ അകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചങ്കള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടിച്ചു പൊളിച്ച് യാത്രകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകല്ലേ. നമുക്ക് ഒരുമിച്ചൊരു യാത്ര എൻജോയ് ചെയ്ത് വരാം. ഓക്കെ, സെൽഫി ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ലുലു കോഴിക്കോട് അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു പ്രൗഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളെന്തായാലും ഇതാ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നേരെ കയറി ചെല്ലുന്നത്. അതിൻ്റെ ഉള്ളിലെ കാഴ്ച എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വലിയ പ്രതീക്ഷയിലാണ് കേട്ടോ. എന്താവും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇത് താഴ്ന്നു ചങ്ങളെ നമുക്കകത്ത് കയറാണ്. മടിച്ച് നിൽക്കേണ്ട കൂടെ പോര്. അകത്ത് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഒന്നും വാങ്ങാനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കാണാം. അത്ര തന്നെ, നമ്മൾ അത്ര തന്നെ ഉള്ളൂ. നമുക്കിതൊക്കെ കണ്ടടിച്ച് പൊളിച്ച് തരാം. അപ്പം കയറി വാ, അടിച്ച് കയറി വാ. ഒരുവിധം ഐറ്റം എല്ലാ ഫ്രൂട്ട്സും സംഗതികളും ഇവിടെ ഉണ്ട്. ഫ്രൂട്ട്സ്, പച്ചക്കറി ഒക്കെ ഫ്രഷ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതിനെ പറ്റുന്ന ആരും പേടിക്കണം. ആപ്പിളൊക്കെ പല മോഡൽ ആപ്പിളാണ്, പല പല ഫ്രൂട്ട്സും കാര്യങ്ങളുണ്ട്. ഓണാശംസകൾ, ഓണം പ്രമാണിച്ചിട്ടുള്ള അത്തപ്പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂക്കളും കാര്യങ്ങളുണ്ട്. ഒരു വേറെ അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട്. ഈത്തപ്പഴത്തെ പല രാജ്യങ്ങളുള്ള ഈത്തപ്പഴം, പല മോഡൽ, പല ടേസ്റ്റിലൊക്കെ. ആവശ്യമുള്ളവർക്ക് അതൊക്കെ വാങ്ങിക്കൊണ്ടുപോകാം, കഴിക്കാം. ഒക്കെ സെറ്റാണ്. ഡ്രാഗണൊക്കെ അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊളി വൈബല്ലേ. നല്ല കേട്ടോ. ഒരുവിധം ഫ്രൂട്ട്സും കാര്യങ്ങളും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ചങ്കളെ നമ്മളിപ്പോൾ ഇതിൽ വാങ്ങാന്നുണ്ടെങ്കിൽ അതേപോലെ കയറിയിട്ട് ഷർട്ട് എന്തായാലും വാങ്ങണം. നോക്കാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന. ആദ്യം നമുക്ക് ഇവിടെ ഉള്ളിലൊക്കെ കണ്ടിട്ട് വരാം. അത് ലാസ്റ്റേ വാങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. എല്ലാ കുട്ടികൾക്കുള്ള വലിയവർക്കുള്ള എല്ലാ, അത് പിന്നെ പറയണ്ടല്ലോ മാളാകുമ്പോൾ. എല്ലാവിധ സാധനങ്ങളും, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, എല്ലാവിധ സാധനങ്ങളുണ്ട്. കണ്ടില്ലേ ജോലി ഇങ്ങനെ ഇവിടെ നാട്ടിലെ ഒരാളൊന്ന് പാക്ക് ചെയ്യുക തന്നെ ഒരടി. ഇവിടെ ഒരു സെൽഫി പോയിന്റ് കിട്ടോ. ലുലു ഒരുമിച്ചോണം, ഒരുമിച്ചിട്ടൊരു ഓണം അത്ര തന്നെ. കുട്ടികളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ വേണ്ടി എടുത്താണ്. എന്തായാലും ഇതിന് മുകളിലൊക്കെ ഒന്ന് കയറിഞ്ഞിട്ട് വരാം. ഓക്കെ, പക്ഷെ നല്ല ആൾക്കാരും കാര്യങ്ങളും.
ആൾക്കാരെന്ന് വെച്ചാൽ ലുലു പോലുള്ള ഒരു മാള് പുതുതായി ഉദ്ഘാടനം കഴിഞ്ഞാൽ എന്തായാലും ആളുണ്ടാവും. അത്രയല്ലേ, അത്ര കണക്കാക്കിയാൽ മതി. അത് എത്രത്തോളം ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാലോ ഊഹിക്കാലോ. അത്ര തന്നെ സംഭവം. പിന്നെ കുറേ നമ്മളെ പോലെ തന്നെ കുറേ ആൾക്കാർ സാധനങ്ങൾ വാങ്ങാനും നല്ല കാണാനായിട്ടൊക്കെ വരുന്നവരുണ്ട്. പിന്നെ വാങ്ങാനും പർച്ചേസ് ചെയ്യാനും വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകും നമുക്ക്. പിന്നെ ഇനി അടുത്ത ലുലു വരുന്നത് നമ്മളെ നാട്ടിലാണ്, തിരൂരാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ അവിടുത്തെ എന്തായാലും ചെയ്യാം ഇൻഷാ അല്ലാ. ഇവിടെ ഒരു സംഭവം നല്ല അടിപൊളി മീനുകൾ, ഫിഷ്, പല മോഡൽ വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടത് കൂടിയല്ലേ തട്ടിലുണ്ടോ ഇതവിടെ അമ്പമ്പോ എന്തോരം സാധനങ്ങൾ പെട്ടപ്പെട്ടേക്കുന്ന പല സൈസിൽ പല കോലത്തിലുള്ള മീനുകളുണ്ട്. എന്ത് അങ്ങനെ മൈക്കോട്ടെ വേണ്ട. ഇത് കണ്ടില്ലേ, മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തൊക്കെ പോകുക നല്ലൊരു വ്യൂ ഇല്ലേ. ഓണപ്പൂക്കളം പോലെ ഒരു ഇത് തൂക്കിട്ടിരിക്കണവർ എന്താ ചെയ്താട്ടോ അന്നേരം സംഭവം രസമായി. പിന്നെ ഇവരുടെ ലുലുവിൻ്റെ ഒരു പരസ്യം തന്നെ ഇവിടെ അങ്ങനെ കൊടുക്കും, സ്ക്രീനിലിട്ടിട്ടുണ്ട്. ഒക്കെ കാണാൻ നല്ലൊരു വെറുതെ അങ്ങനെ ഇരുന്ന് നോക്കി പോവാം, രസം അല്ല. എന്തായാലും ലുലു മാള് പൊളിയില്ലേ, അത് വേറെ വൈബ് തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ ലേഡീസിന് പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ബാഗ്, ജീപ്പ്, കണ്ണാടി, എല്ലാവിധ സാധനങ്ങളുണ്ട്. ലേഡീസിൻ്റെ ഡ്രസ്സ്, കുട്ടികളുടെ ഡ്രസ്സ്, മാത്രമല്ല ലേഡീസിൻ്റെ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് ഇവിടെ. ബാഗ് കാര്യങ്ങൾ എല്ലാതും ഉണ്ട് കേട്ടോ. പല മോഡലിൽ, പല സൈസിൽ, പല വിലകളിൽ ഉള്ളതുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ചെരുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ചെരുപ്പ്, പല മോഡൽ ചെരുപ്പുകളുണ്ട്. നല്ല അടിപൊളി സൈസ് മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പുകളൊക്കെ നല്ല അടിപൊളി, അത്യാവശ്യം വില ഇല്ല, നമുക്ക് സാധാരണ നോർമൽ വില തന്നെ ഉള്ളൂ. അതൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്, നല്ല അടിപൊളി സാധനം. ഷൂ ഒക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ റേറ്റൊന്നും ഇല്ല, നല്ല നല്ല ഒരുപാട് സാധനങ്ങളുണ്ട്, അതിന് കളക്ഷനൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ എന്താ ബാഗുകൾ, ലഗേജ് ബാഗ്, ട്രാവൽ ബാഗ്, എല്ലാ ഐറ്റം ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമുക്കൊന്നും ഇപ്പോൾ വലിയ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുത്താൻ പറ്റിയ സാധനങ്ങളും ഒരുപാടൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കണ്ടില്ല ഒരു ലോകം തന്നെ ഇലക്ട്രോണിക്സിൻ്റെ എന്തൊക്കെ പറയാം. ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാ ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. അത് പല മോഡലിൽ പല സൈസിലുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ EMI അവൈലബിൾ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് EMI ഒക്കെ ഉണ്ടെന്നാണ്. ബജാജ് ഫിനാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സൗകര്യം ആവശ്യക്കാരുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ഏതായാലും ഇവിടെ കോഴിക്കോടൊന്നും അതുപോലെ ഞാൻ തിരൂരല്ലേ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യമൊന്നുമില്ല. ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നോർമലിൽ റേറ്റ് തന്നെ ഉള്ളൂ കേട്ടോ. ലാപ്ടോപ്പിൻ്റെ ഒരു ഏരിയ തന്നെ. ഇലക്ട്രോണിക്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് പോയി. അത്രയും സംഗതിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചങ്കൾ എന്തായാലും ഒരിക്കലും അങ്ങനെ ഉണ്ട് കയറി വരട്ടെ. കോഴിക്കോട് ഭാഗത്തൊക്കെ വരുന്നവരുണ്ട്, ഫ്രീ ആയിട്ട് വരുന്നവരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒക്കെ കയറി ഒന്ന് കണ്ടിട്ടൊക്കെ പോവാം. കുട്ടികൾക്കുള്ള കാറും കാര്യങ്ങളും ഐറ്റംസും എല്ലാം ഉണ്ട്. സംഗതി സെറ്റാണ്, പൊളിയാണ്. അതിനപ്പുറത്തേക്ക് വന്നിട്ട് കുട്ടികൾക്ക് വേറെയായിട്ട് കളിക്കാൻ വരാണെന്നുണ്ടെങ്കിൽ മാറില്ല. ചങ്കള ഇവിടെ കണ്ടില്ല, ഫുഡ് കോർട്ടാണ് കേട്ടോ. അത്യാവശ്യം ഏരിയ ഉണ്ട്, അത്യാവശ്യം കടകളുണ്ട്. ഫുള്ള് കടകൾ ഓപ്പൺ ആയിട്ടില്ല, ഇനി 2-3 ഓപ്പൺ ആവാണ്ട് കേട്ടോ. അതിനോട് അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളേതായാലും ഒന്ന് ഉള്ളിലൊന്ന് കറങ്ങിയിട്ട് നമുക്ക് ലാസ്റ്റ് ഫുഡ് കഴിക്കാവുന്ന പരിപാടി. ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേസാണ്. അവർ ഞാർമടിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ലോകം തന്നെ. ഫുള്ള് ഗെയിം, ഒരു രക്ഷയില്ലാത്ത കളി. അടിച്ച് പൊളിച്ച് കളിച്ചിട്ട് വരാം, അത്ര തന്നെ. കുട്ടികളായിട്ടൊക്കെ വരുന്ന ഫാമിലി കുട്ടികളായിട്ടൊക്കെ വരുന്നവരാണ്. നഷ്ടമായിട്ടും ഈ 3rd ഫ്ലോറിലൊക്കെ ഒന്ന് കയറി വരാം. താഴെ തന്നെ പർച്ചേസ് ചെയ്ത് പോരുത്തിട്ടാ. ഇതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് ഈ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കളിക്കുന്നില്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും വരല്ല. കുട്ടികൾക്ക് രസമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. വളരെ മനോഹരം, ലൈറ്റ് സിസ്റ്റം തന്നെ പൊളിയാണ്. രക്ഷയില്ല, കിട്ടു വൈബ്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയാലോ. ഏകദേശം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പിന്നെ കാണാം. ഓക്കെ.